ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. തൃതീയ സ്കന്ധം കപിലോപദേശം. തുടർന്ന് മൈത്രേയൻ വിദുരരുടെ അഭ്യർത്ഥനയെ മാനിച്ച് സൃഷ്ടിഭേദങ്ങളെല്ലാം വിവരിച്ചുകൊണ്ട് പറഞ്ഞു. കർദമ പ്രജാപതി തപസ്സുകൊണ്ട് മഹാവിഷ്ണുവിനെ പ്രസാദിപ്പിച്ച് സന്തോഷപൂർവം വസിച്ചു. അക്കാലത്ത് സ്വയംഭൂ മനു പുത്രിയായ ദേവഹൂതിയെ യോഗ്യനായ വരനു നൽകാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. തപോനിഷ്ഠനായ കർദമ പ്രജാപതിയെക്കുറിച്ചറിഞ്ഞ മനു മകളെ തേരിലേറ്റിക്കൊണ്ടു ചെന്ന് അദ്ദേഹത്തിനു നൽകി. കർദമൻ ദേവഹൂതിയെ വിവാഹം കഴിച്ചു. അവളുടെ ശ്രദ്ധയും വിശ്വാസവും ഭക്തിയും കണ്ടു പ്രസന്നനായ പ്രജാപതി അവളെ വിമാനത്തിലേറ്റി പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി ആനന്ദിപ്പിച്ചു. അങ്ങനെ വാഴുന്ന കാലത്ത് ദേവഹൂതിക്ക് 9 പുത്രിമാരും കപിലൻ എന്ന ഒരു പുത്രനും ഉണ്ടായി. ആ പുത്രിമാരെ മരീചി മുഖ്യനായ മഹർഷിമാർ സ്വീകരിച്ചു. കപിലൻ പരബ്രഹ്മ ധ്യാനത്തിൽ മുഴുകി തപോനിഷ്ഠനായി. കർദമ പ്രജാപതി പരമാത്മ സായുജ്യം നേടി. വൃദ്ധ താപസിയായ ദേവഹൂതി പുത്രനെ കാണാനായി കപിലാശ്രമത്തിലെത്തി. ലൗകിക ബന്ധങ്ങളുടെ കുരുക്കിൽ നിന്ന് മോചനം നേടാൻ ഉപായമെന്തെന്ന് അവർ കപില മഹർഷിയോട് ചോദിച്ചു. വൃദ്ധ താപസിയോട് കപിലൻ പറഞ്ഞു: അമ്മേ, ബന്ധത്തിനും മോക്ഷത്തിനും കാരണം മനസ്സാണ്. വിഷയസംഗം കൊണ്ടാണ് ബന്ധമുണ്ടാകുന്നത്. സർവേശ്വരനിൽ മുഴുകുന്ന മനസ്സ് ബന്ധങ്ങളിൽ നിന്നു മുക്തമാകുന്നു. ഭക്തന്മാരുടെ സംസർഗം കൊണ്ട് മനസ്സ് സർവേശ്വരനോട് അടുക്കുന്നു. ഭഗവത് നാമങ്ങൾ നിരന്തരം ജപിച്ചുകൊണ്ടും കീർത്തനങ്ങൾ ശ്രവിച്ചുകൊണ്ടും ആ കോമള രൂപം സ്മരിച്ചുകൊണ്ടും കഴിയുന്ന മഹാഭക്തന്മാരുടെ സംഗം കൊണ്ട് ഭക്തി വർദ്ധിക്കുന്നു. പ്രകൃതി, മഹത്തത്വം, അഹങ്കാരം, ശബ്ദാദികളായ 5 തന്മാത്രകൾ, പൃഥിവ്യാദികളായ പഞ്ചഭൂതങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ എന്നിവയ്ക്കെല്ലാം സാക്ഷിയായി നിൽക്കുന്ന ചൈതന്യം ആത്മാവാകുന്നു. മേൽ പറഞ്ഞവയ്ക്കൊന്നും തന്നെ സ്വയം പ്രവർത്തിക്കാൻ കഴിവില്ല. സാക്ഷിഭൂതനായ ആത്മാവിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമേ അവ പ്രവർത്തിക്കുകയുള്ളൂ. ഭക്തി, ജ്ഞാനം, വൈരാഗ്യം എന്നിവ കൊണ്ട് ഈ ആത്മതത്വത്തെ അറിഞ്ഞ് പരമാനന്ദം അനുഭവിക്കണം. അഹിംസ, സത്യം, അസ്തേയം മുതലായ യമം കൊണ്ടും സ്വാധ്യായം, സ്വധർമ്മനിഷ്ഠ മുതലായ നിയമം കൊണ്ടും ഹൃദയത്തെ ശുദ്ധമാക്കിയിട്ട് ആസനജയം നേടി സാധനയിൽ ശക്തി കേന്ദ്രീകരിക്കണം. പ്രാണായാമം കൊണ്ട് നാഡീശുദ്ധി വരുത്തി മനസ്സിനെ വിഷയങ്ങളിൽ നിന്നു പിന്തിരിപ്പിക്കണം. അതാണ് പ്രത്യാഹാരം. മനസ്സിനെ ഏകാഗ്രമാക്കലാണ് ധാരണ. ഏകാഗ്രമായ മനസ്സുകൊണ്ട് മഹാവിഷ്ണുവിൻ്റെ ജഗമോഹനമായ രൂപം ധ്യാനിക്കണം. നിരാകാര നിർഗുണ ബ്രഹ്മത്തെ ധ്യാനിക്കുക സാധാരണക്കാർക്കു ദുഷ്കരമാണ്. അതുകൊണ്ട് സഗുണരൂപിയായ ഭഗവാന്റെ മോഹനരൂപം കണ്ണടച്ചിരുന്നു കാണണം. ഏകാഗ്രമായ മനസ്സിൽ ഭഗവാന്റെ മന്ദസ്മേരാഭിരാമമായ മുഖം ഏറെ നേരം കണ്ടുകൊണ്ടിരിക്കാൻ കഴിഞ്ഞാൽ സാധകൻ സമാധിയിലേക്കു നീങ്ങിക്കൊള്ളും. ധ്യേയമായ പരമാത്മ ചൈതന്യത്തിൽ മനസ്സു പൂർണ്ണമായും ലയിച്ചിരിക്കുന്നതാണ് സമാധി. തുടർന്ന് കപില മഹർഷി ഭക്തിയുടെ 4 ഭേദങ്ങൾ സാത്വികി, രാജസി, താമസി, ഗുണാതീത മാതാവിനു വിശദീകരിച്ചു കൊടുത്തു. മരണം,
പുനർജനി, ജനനത്തിനു മുൻപുള്ള നിശ്ചയം തുടങ്ങിയ വിഷയങ്ങൾ മാതാവായ ദേവഹൂതി പുത്രനിൽ നിന്നു സശ്രദ്ധം കേട്ടു. സാമോദമേവം കേട്ടു സൃഷ്ടിഭേദങ്ങൾ കേൾപ്പാൻ മോദേന ചോദിച്ചൊരു വിദുരർ തന്നോടപ്പോൾ. ശ്രീമൈത്രേയനും സർവസൃഷ്ടിഭേദങ്ങളെല്ലാം സാമോദം കപിലാവതാരാന്തമരുൾ ചെയ്താൻ. തത്പ്രബന്ധങ്ങളെല്ലാം എങ്ങനെ പറയുന്നു, സുപ്രബോധേന ഗ്രഹിക്കുന്നതല്ലൊന്നാകിലും. കർദമൻ തപസ്സു ചെയ്തേറ്റവും പ്രസാദിപ്പിച്ചുത്തമ പുരുഷാനുഗ്രഹത്തെ സിദ്ധിച്ചുടൻ ചിത്തസന്തുഷ്ട്യാ വാഴുംകാലത്തു മനുപുത്രി മുഗ്ധരൂപിണി ദേവഹൂതിയാം കന്യാരത്നം തത്സമനായുള്ളൊരു മർത്യനു നൽകിയിടുവാൻ ഇത്രിലോകത്തിങ്കലാരുള്ളതെന്നനേകം നാൾ നീളവേ തിരഞ്ഞു കണ്ടിടിന മുനീന്ദ്രനു വ്രീളലോചന തന്നെ നൽകുവാനെന്നോർത്തപ്പോൾ. ചീളെന്നു തേർമേലേറ്റി കൊണ്ടുപോയങ്ങു ചെന്നു വാളേലുമിഴിയാളെ കൊടുത്താൻ സ്വയംഭുവൻ. താനതിമോദം പൂണ്ടു കർദമനവളെയും സാനന്ദം വിവാഹം ചെയ്താനന്ദിച്ചിരിക്കുന്നാൾ. ശുശ്രൂഷാദികളായ സൗജന്യ ഗുണങ്ങൾ കണ്ടച്ഛമാനസനായ കർദമ പ്രസാദത്താൽ ലബ്ധമാം വിമാനമാരുഹ്യ ലോകേഷു നടന്നെത്രയുമാനന്ദിച്ചു. ഭർത്രാസാമുഗ്ധാംഗിയും അക്കാലം അവൾ പെറ്റിട്ടൊമ്പതു മകളരും ചൊൽക്കൊണ്ട കപിലനാം മാമുനി പ്രവരനും പൃഥ്വിയിലുളവായാരെന്നതിൽ പെണ്ണുങ്ങളെ സത്വരം മരീചി മുഖ്യന്മാർ കൈക്കൊണ്ടിടിനാർ. ശ്രീകപിലാഖ്യൻ തപോനിഷ്ഠയാ പരബ്രഹ്മയോഗാനന്ദവും ചേർന്നു മേവിനാൻ അനുദിനം. അങ്ങനെ ചെല്ലും കാലം കർദമൻ നിവൃത്തനായങ്ങതി സുഖ പരമാത്മാനം ചേർന്നിടിനാൻ. എന്നതിനന്തരം താപസി ദേവഹൂതി ചെന്നു നന്ദനനായ കപിലാശ്രമം പുക്കാൾ. വന്ദിച്ചു മാതാവിനെ കണ്ടകം തെളിഞ്ഞവൻ നന്ദിച്ചു സത്കാരം ചെയ്തിരുത്തിയിരിക്കുമ്പോൾ. ചോദിച്ചാൾ മകനോടു നല്ലതെന്തെനിക്കിനി ശോകത്യാഗാർത്ഥം ബന്ധമോക്ഷത്തെ വരുത്തുവാൻ. ഞാനെന്തു ചെയ്യേണ്ടുന്നതെങ്ങനെ വേണ്ടു പരമാനന്ദ സാധ്യം പറഞ്ഞിടു നീ മടിയാതെ. മാതാവിങ്ങനെ ചോദിച്ച നേരം കപിലനും പ്രീതനായതിനുടനുത്തരം ചൊല്ലിടിനാൻ. നിത്യമീ ശരീര സംബന്ധഭാവത്താൽ ബന്ധം തത്ര തദ്വിരക്തി വന്നാത്മാഭിരമ്യത്വത്താൽ മുക്തിയും മനോജയമുണ്ടെങ്കിൽ സദ്യോഗത്താൽ ഭക്തിയും ഭവിക്കുന്നു മർത്യയോനികൾക്കെല്ലാം. നിശ്ചയം മനസ്സതിൻ കാരണമെല്ലാറ്റിനും സച്ചിദാത്മാനന്ദ സംസിദ്ധ്യർത്ഥം പുരുഷാർത്ഥം. ഇത്തമാത്മജൻ വചനങ്ങളെ ശ്രുത്വാഭിസംഭക്തയാം തപസ്വിനി താനഥ ചോദ്യം ചെയ്താൾ. ഭക്തിലക്ഷണങ്ങളും യോഗലക്ഷണങ്ങളും ഒക്കെ നീ വഴി പോലെ വിസ്തരാൻ ചൊല്ലിടണം. ചൊല്ലുവാനെങ്കിൽ ഭക്തി സാത്വികിയല്ലോ മുഖ്യ, കല്യാണമോടു ചേർന്നു യോഗമായതു മോക്ഷം. തത്സ്വയം പ്രകൃത്യാം കാലാത്മാവാം പരമാത്മാ ചിത് സ്വയം ജ്യോതിർഭാവാനന്ദ സംരതിയാലേ.
വീര്യമാശ്രയമായിട്ടുണ്ടായി മഹത്തത്വം, കാര്യമായതിലഹങ്കാരമെന്നറിയണം. വൈകാരം രാജസം താമസമെന്നേവം മൂന്നു ഭാഗമായി നിൽക്കും മായാജാതങ്ങൾ ഭൂതങ്ങൾ പോൽ. അതിങ്കൽ നിന്നുണ്ടായി ചതുർവിംശതി തത്വമതിങ്കേന്നുളവായി ബ്രഹ്മാണ്ഡ വിരാടം ഗം. അതിന്നു ചൈതന്യമാകുന്നതു പരബ്രഹ്മം, അതു മായയാ യോഗമാത്മസംഭിന്നങ്ങളും. അങ്ങനെ വർത്തിക്കുന്ന മായയാ ജഗത്തെല്ലാം ഇങ്ങനെ പരിഭ്രമിച്ചിടുന്നു സംസാരാബ്ധൗ. എന്നതിൽ മനോജയം വന്നുകൂടുകിലപ്പോൾ തന്നെ മൂലം പരമാത്മാനം പ്രാപിച്ചിടാം. ആത്മയോഗത്തിനെളുതല്ലല്ലോ വിചാരിച്ചാൽ ആത്മാവാം നാരായണ ധ്യാനത്തെ ചൊല്ലാമല്ലോ. ഇന്ദ്രനീലാഭം പരമിന്ദിരാ മനോഹരം, ചന്ദ്രികാ മൃദുസ്മിത സുന്ദര മുഖാംബുജം, കുണ്ഡല മകര സുബിംബിത വിലാസകൃത് ഗണ്ഡമണ്ഡലം നാസാതുംഗമംഗലപ്രഭം, പങ്കജാരുണനേത്രം കൗസ്തുഭവനമാലാദ്യങ്കിത ശ്രീവത്സവക്ഷോദേശം, ചതുർഭുജം ശംഖചക്രാബ്ജഗദാധ്യായുധാധ്യലങ്കൃതം, പങ്കജമകൾ നിവാസാലയം പീതാംബരം നാഭിപങ്കജം പാദപദ്മമാനന്ദപ്രദം, ശോഭിതലലാടോർധ്വപുണ്ഡ്രകമളകാഭം ഹാരകേയൂരകിരീടാംഗുലീയകകാഞ്ചിചാരുസർപ്പാലംകൃതശോഭിതകളേബരം. ധ്യാനതത്പരന്മാർക്കു നിത്യവുമകക്കാമ്പിൽ മാനസാനന്ദം വളർന്നിടുന്നു സദാകാലം. ലോഹിതപ്രഭങ്ങളാം നേത്രരാജസഗുണാതിഹയാ ഭാഗവതാനുഗ്രഹം സൃഷ്ടിക്കയോ കേവലം ചെയ്യുന്നതത്യാനന്ദസ്മിതമായ ധാവള്യാകാര സാത്വികത്തിനാലതു തന്നെ പാലനം ചെയ്യുന്നിതോ. സന്തതം നീലാളകജാലതാമസഗുണാലന്വഹമവരുടെ മാലെഴും പരിതാപസംഹാരം ചെയ്യുന്നിതോ. ലീലാകാലമേ പുനരെന്നെല്ലാം തോന്നും വണ്ണം, വേലകൾ മായാവിലാസങ്ങളെത്രയും ചിത്രം. പാലനപരായണനാത്മാവാം നാരായണൻ വേദാന്ത പൊരുളായ ദിവ്യരൂപാംഗങ്ങളെ പാദാദികേശാന്തം തന്മാനസമുറപ്പോളം ശീലിച്ചു കൊള്ളുന്നാകിലെത്രയുമത്യുത്തമം. വേലയിൽ അനുഗ്രഹമുണ്ടെങ്കിലെളുതല്ലോ ഓരോ രംഗങ്ങൾ ചിത്തതാരിങ്കലുറപ്പിച്ചാൽ. പാരാതെ മറ്റേതുങ്കലാക്കുമ്പോൾ അതു പിന്നെ മാനസം തന്നിൽ കിടക്കായിൽ മറ്റതേ പോരു നേരെ പിന്നെയും മേന്മേലവണ്ണം തന്നെ പോരും. പാദപങ്കജം പീതവാസസം നാഭിപദ്മം സൂദരബന്ധം ബ്രഹ്മാണ്ഡോദയ ജഠരാഭം, ശ്രീവത്സവക്ഷോദേശം കൗസ്തുഭവനമാല ശോഭിതഗളസ്ഥലം, പാണികൾ മുഖപദ്മം, നേത്രങ്ങളളകങ്ങൾ കുണ്ഡലദ്വന്ദ്വങ്ങളും ഊർധ്വപുണ്ഡ്രവും കിരീടാന്തമിങ്ങനെ തന്നെ തന്നെ മനസ്സുറപ്പോളവും കൂടെ കൂടെ പിന്നെയും പിന്നെയും മേന്മേലനുദിനം നിത്യം ധ്യാനിച്ചു മനക്കാമ്പിൽ പ്രത്യക്ഷമാകുന്നേരം താനേ വന്നുറച്ചിടും. ഭക്തിയുമിളകാതെ ഭക്തിയുണ്ടായാൽ പിന്നെ മുക്തിയും വന്നിടുന്നു. ഭക്തിയും ചതുർവിധമുണ്ടല്ലോ ചൊല്ലിടുവൻ, താമസി രാജസിയും സാത്വിക ഗുണാതീത.
സാമാന്യം രണ്ടു രണ്ടു മോക്ഷദായിനികൾ പോൽ എന്നതിൽ ഗുണാതീതം വന്നുദിച്ചിടുന്നാകിൽ തന്നെ മനക്കാമ്പിൽ ഇച്ഛയില്ലെന്നാകിലും തന്നിടും മോക്ഷം സ്വധർമ്മേണ നിസ്പൃഹൻ അതു വന്നുകൂടിയിടും അവൻ തന്നോടു മഹിമയും മറ്റൊരു പുരുഷനിലെന്നു ചൊല്ലുന്നു വേദം. കുറ്റമില്ലവനൊന്നു കൊണ്ടുമങ്ങൊരിടത്തും ഭക്തിയില്ലാത പുരുഷാധമന്മാർക്കോരോരോ ശക്തികൾ കൊണ്ടു സംസാരത്തിൻ ബന്ധവുമുണ്ടാം. അത്യന്തം ദുഃഖാത്മകം സംസാരമെന്നാകിലും ചിത്തത്തിൽ മായാവശാലങ്ങതിലപേക്ഷിക്കും തൃഷ്ണയും നിമിത്തമായുൾത്താരിലറിഞ്ഞിടും. തൃഷ്ണ കൂടാതെയുമുണ്ടാകുന്ന കർമ്മങ്ങളാൽ സ്വർഗവും നരകവും വന്നുകൂടിയിടുന്നു പോൽ ഒക്കെ രണ്ടിലുമങ്ങു സുഖങ്ങളിടതോറും അപ്പോഴോ സുഖം നിരൂപിച്ചതിലപേക്ഷിക്കും. ഉൾപ്പുവിലതു കൊണ്ടു രാഗങ്ങൾ വർദ്ധിക്കുന്നു. പുണ്യപാപങ്ങൾ രണ്ടും കർമ്മഭേദങ്ങളാലേ വന്നുകൂടിയിടും നൂനം സംസാര ഭ്രമണത്താൽ. പാപത്താൽ മൃതികാലേ യമദണ്ഡവും അനുപ്രാപിക്കും നരകവും. ഗർഭകനാകുന്നവൻ വേദന പൂണ്ടു കിടക്കുന്നേരം തത്വജ്ഞാനം സാധിച്ചു ഭഗവത് സേവാരതനാകുന്നേരം മാസങ്ങൾ തികഞ്ഞുടൻ ജാതനായി വരും. പിന്നെ മാതാവാലനുദിനം രക്ഷിക്കും പിതാവാലും. അങ്ങനെ ദേഹം പോഷിച്ചോരോരോ വിഷയങ്ങൾ സംഘിച്ചു കർമ്മങ്ങളെ ചെയ്തനുദിനം കർമ്മനീതികൾക്കൊത്തവണ്ണമേ ഗതിഭേദം കർമ്മങ്ങൾ സംസാരത്തിൽ വന്നനുഭവിക്കുന്നു. എന്നെല്ലാം ഇരിക്കുമ്പോൾ ഭക്തി കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാൽ പുരുഷാർത്ഥം സാധിക്കാവോ നല്ലല്ലോ. നിർണയമെന്നിത്യാദി മാതാവോടരുൾ ചെയ്തു. നിർണയം വരും വണ്ണമാത്മതത്വാർത്ഥത്തെയും തന്നിലാമാറു കാട്ടിക്കൊടുത്തു തെളിയിപ്പിച്ചന്യൂനാനന്ദം വളർത്തഞ്ചസാരമിപ്പിച്ചാൽ വന്നിടുന്നതു തന്നെ നിത്യവും ശീലിച്ചാത്മസന്നിധൗ സർവം സമർപ്പിപ്പവനപ്പോൾ മോക്ഷം. പിന്നെയങ്ങധോഗതി വന്നുകൂടായും വണ്ണം എന്നെല്ലാം അനുനയിച്ചയച്ചാൻ മാതാവിനെ. തന്മകൻ തനിക്കാത്മജ്ഞാനാർത്ഥം ഗ്രഹിപ്പിച്ചതമ്മയും തെളിഞ്ഞു കണ്ടാനന്ദ വിവശയായി. നന്ദനനാശീർവാദം ചെയ്തനുജ്ഞയും കൊണ്ടു നിന്നു വന്ദിച്ചു നിജദേഹാദിഭ്രമങ്ങളും നിർമായമുപേക്ഷിച്ചു സന്മയം പരബ്രഹ്മം അംബരസമം സർവാർത്ഥേഷു കണ്ടുണർവോടെ ലോകേഷു നീളെ നടനാനന്ദാത്മാനം ചേർന്നു. ശോകനാശനമായ സംസാരമോക്ഷത്തെയും സാധിച്ചാളെന്നെല്ലാം ചൊല്ലും തൃതീയത്താലുടൻ ബോധിപ്പിച്ചിതു സംക്ഷേപിച്ചുടൻ കിളിപ്പെണ്ണും. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം സമാപ്തം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ജയ ജയ ശ്രീ രാധേശ്യാം.